ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ധ്യാന കേന്ദ്രം തന്നെയല്ലേ? അപ്പൊ ആ ഒരു ഉഷാറോട് കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ഞാൻ കുറച്ച് ശബ്ദത്തിൽ പറയാം, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം ശബ്ദത്തിൽ നിങ്ങൾ മറുപടി പറയണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അത്രേ ഉള്ളൂ. മഴയാണ് പുറത്ത്, ഇപ്പം മഴയില്ല, എന്നാലും നല്ല കാറ്റൊക്കെ കൊണ്ട് ചൂടോ മറ്റേ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയമാണ്. അപ്പം ഇതൊരു 2-3 പ്രാവശ്യം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, നമുക്ക് കൂടുതൽ ദൈവത്തെ ഉഷാറായിട്ട് ദൈവവചനം സ്വീകരിക്കാൻ പറ്റും. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണർവോടുകൂടെ ആയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ സൗണ്ടുകളൊക്കെ ഇങ്ങനെ വരാൻ കുറച്ചൊന്ന് ഇരിക്കട്ടെ അച്ഛാ, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ധ്യാനിക്കാം, കണ്ണടച്ച് ധ്യാനിക്കാമെന്ന് വിചാരിച്ചാൽ ഇതുപോലെയുള്ള ശബ്ദങ്ങൾ വരും. അപ്പം ഞാൻ ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ ദൈവമേ ഇത്രയും പെട്ടെന്ന് ദഹിച്ച് ഈ വചനം ഭക്ഷിച്ച് അത് തൃപ്തരായി ദഹിച്ചു എന്ന് വിചാരിക്കേണ്ട വരും. അപ്പം അതുകൊണ്ട് ഉറങ്ങാതിരിക്കാനും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. എല്ലാവർക്കും സുഖമല്ലേ? അല്ലേ? എപ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടെ ആയിരിക്കണം. ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ എനിക്കറിയാം ചിലപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയിട്ടൊന്നും ആയിരിക്കില്ലേ വരിക. കാരണം ധ്യാന കേന്ദ്രത്തിലേക്ക് എന്തിനായിരിക്കും എത്തുക? നമ്മൾ സാധാരണ ഒരാൾ ധ്യാനം കൂടാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കരുതുക? മറ്റുള്ളവരെ ശരി, അപ്പം എന്തോ പ്രശ്നമുണ്ട്. ചിലർ നന്നായി എപ്പോഴും ധ്യാനമൊക്കെ കൂടി. അപ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, കുറേ നിയോഗങ്ങളുണ്ടാവും, ഇല്ലേ? നിയോഗങ്ങളില്ലാതെ ആരും ഒരിടത്തേക്കും പോകുന്നില്ല. ഇടവക പള്ളി ആയാലും ശരി, തീർത്ഥാടന കേന്ദ്രങ്ങളായാലും ശരി, ധ്യാന കേന്ദ്രങ്ങളായാലും ശരി, നിയോഗങ്ങളുമായിട്ടാണ് നമ്മൾ പോവുക. നമുക്കാന്ന് വെച്ചാൽ എടുക്കാനും പുതയ്ക്കാനും ആവശ്യത്തിലധികം നമുക്ക് നിയോഗങ്ങളുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു 1 ഡേ ധ്യാനമാണെങ്കിലും ഈ ചൊവ്വാഴ്ച ദിവസം മുടങ്ങാതെ വരുന്നവരെന്ന് കൈവയ്ക്കേ. ചൊവ്വാഴ്ച ധ്യാനത്തിന് മുടങ്ങാതെ വരുന്നവർ ഒത്തിരി സന്തോഷം, കൈതാഴ്ത്തിക്കോ. പലരെങ്കിലും ഇതറിഞ്ഞ് പിടിച്ചൊക്കെ വരുന്നവരുണ്ട്. ഇങ്ങനെ ഒരു ധ്യാനം അവിടെ ഉണ്ടല്ലേ, കുന്നംകുളത്ത് ഗുഡ് ഷെപ്പേർഡ് ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് പോയി ധ്യാനം കൂടാം. ഇനി താമസിച്ചുള്ള ധ്യാനമുണ്ട് നമുക്ക് ഈ ആഴ്ചകളിലെ എല്ലാ ആഴ്ചകളിലും ഉണ്ട്. അവസാനത്തെ ഒരു 3 ദിവസം താമസിച്ചുള്ള ധ്യാനമുണ്ട്. അപ്പോൾ നിയോഗങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക. നമ്മൾ ദേവാലയത്തിൽ വന്ന് ഇതുപോലെ ഈ ആരാധനാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് വരിക. അപ്പം നമ്മുടെ നിയോഗങ്ങളൊക്കെ ദൈവത്തിങ്കിലേക്ക് കരഞ്ഞു പിഴിഞ്ഞു കൊടുക്കരുത്. സന്തോഷത്തോടുകൂടെ ധ്യാന കേന്ദ്രത്തിൽ നമ്മളിവിടെ ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കും ഈശോയിലേക്ക് കൊടുക്കണം. ആരിലൂടെ കൊടുക്കണം? നമ്മൾ നേരത്തെ ആദ്യം കുർബാനയ്ക്ക് മുമ്പ് ചൊല്ലിയ നൊവേന ആരുടെയായിരുന്നേ? റോസ മിസ്റ്റിക്ക മാതാവിൻ്റെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാതാവാണ് റോസ മിസ്റ്റിക്ക മാതാവ്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴാണ് നൊവേന റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേനയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ റോസ മിസ്റ്റിക്ക മാതാവിലൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒരുപാട് നിയോഗങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീണ്ടും ചോദിക്കണത് എന്താണെന്നറിയോ? ചിലപ്പോൾ കുറച്ച് നേരം കൊണ്ട് അസുഖം പോയിണ്ടാവും. വീണ്ടും വേറെ ചിന്തയിലേക്ക് പോകും നമ്മൾ. ഇന്നിനി പോയി കഴിഞ്ഞാൽ എന്താണ്, ഇനി മഴ പെയ്യോ നമ്മൾ പോകുന്ന സമയത്ത്? അങ്ങനെ കുറേ ചിന്തകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. വിശുദ്ധ ബലിയായാലും ധ്യാനപ്രസംഗമായാലും. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ അധികം ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കൊച്ചു സംഭവം, ആ കൊച്ചു സംഭവത്തിൻ്റെ ചെറിയ ഒരു ദൈവാനുഭവം. ആ സംഭവം എന്താണ് ദൈവം നമ്മളോട് പറയുന്നത്? ഇത്ര മാത്രമേ അച്ഛൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ പേര് ഗിരിജോ എന്നാണ്, വീട്ടും പേര് മുരിങ്ങാത്തേരി. എൻ്റെ വീട് വരുന്നത് കിരാലൂരാണ്, വേലൂരൊക്കെ അടുത്ത്. ആ ഭാഗത്തുനിന്ന് വന്ന വല്ലവരും ഉണ്ട് അവിടെ? അച്ഛൻ ഇരിക്കുന്നത് തയ്യൂര് പള്ളിയിലാണ്. തയ്യൂരുകാർ വല്ലവരും ഉണ്ട് അവിടെ ധ്യാനം കൂടാൻ വന്നിട്ട്? ആൾക്കറിയാം എന്നെ കുറിച്ച്. അപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആരും ഉണ്ടാകരുതേ എന്നുള്ള രീതിയിലാണ് വന്നത്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇത് അച്ഛന്ന് പറഞ്ഞല്ലേ തോന്നും. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല. എൻ്റെ വീട് കിരാലൂരാണ്. എൻ്റെ വീട്ടിലെ അപ്പച്ചനുണ്ട്, അമ്മ മരിച്ചുപോയി, അമ്മാമ്മയുണ്ട്, അമ്മാമ്മ മരിച്ചുപോയി,
പിന്നെ ചേച്ചി, അനിയൻ. ഇപ്പം ഞങ്ങൾ 3 മക്കളാണ്, 3 പേരാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഇവിടെ കൂനമുച്ചിയിലാണ് ചേച്ചിയുടെ വീട്. ഞാൻ അച്ഛനായി, അനിയൻ ഇങ്ങനെ സിനിമ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ മുണ്ടൂരാണ് ഞങ്ങളുടെ ഇടവകയായിരുന്നേ. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 33 വർഷമായി ഈ കിരാലൂർക്ക് എത്തിയിട്ട്. അന്ന് ഞങ്ങൾ കിരാലൂര് വരുമ്പോൾ അവിടെ മൊത്തം കൈതച്ചക്ക, അതാണ് അവിടെ പൈനാപ്പിള്, കൈതച്ചക്കയുടെ കൃഷിയാണ് ആ ഭാഗത്തൊക്കെ. അപ്പൊ ഞങ്ങളുടെ വീട് ഒരു തോട്ടത്തിന്റെ നടുക്കിൽ തന്നെയാണ്. അവിടെ ഒന്നും അങ്ങനെ വീടുകളൊന്നും വന്നിരുന്നില്ല. അപ്പൊ അങ്ങനെ പറമ്പ് വാങ്ങിച്ച് അവിടെ വീട് വെച്ച്. അപ്പൊ ഞങ്ങളൊക്കെ തീരെ ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ അച്ഛൻ ഇത് എന്താണ് ഇതൊക്കെ പറയാൻ കാരണം ഞാൻ പറയാം. ബാക്കി നിങ്ങളൊന്ന് ചിരിക്കുവോ? ഒന്ന് ചിരിച്ചൊന്ന് നോക്കട്ടെ. ചിരിക്കാൻ പറ്റും? മതി, അത് മതി. ഞാൻ ഇനിയിപ്പോ ഇത് എന്താണിത് മനസ്സിലാവാത്തതാണ്. നിങ്ങളുടെ മുഖത്തൊരു ചിരിയുണ്ട്, ആ സന്തോഷം ഉണ്ടായാൽ മതി എപ്പോഴും. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2ാം ക്ലാസ്സിലൊക്കെ അത്രയേ ഉള്ളൂ പ്രായം, അത്രയേ ഉള്ളൂ ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. എന്നേക്കാൾ 1.5 വയസ്സ് മൂത്തതാണ് ചേച്ചി. അപ്പൊ ഒരു 4, ഞാൻ 2ാം ക്ലാസ് ആകുമ്പോൾ ചേച്ചി ഒരു 4ാം ക്ലാസ്. എന്നേക്കാൾ 5 വയസ്സ് താഴെയാണ് അനിയൻ. അപ്പൊ എത്രയുണ്ടാവും എന്നറിയാലോ, അത്ര ചെറുതാണ് അനിയൻ. അപ്പോ അമ്മ ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അമ്മ ഞങ്ങൾ 3 പേരെയും വിളിച്ചിട്ട്, അനിയനെ തോളത്തെടുത്തിട്ടാണ്, അവന് കാര്യങ്ങളൊന്നും അറിയില്ല. അമ്മ ഞങ്ങൾ 2 പേരെയും വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓടി നടന്ന് കളിച്ചോ, അതായത് പറമ്പ് കുറച്ച് സ്ഥലമുണ്ട് വീടിന് ചുറ്റും, പറമ്പിലൊക്കെ ഓടി നടന്ന് കളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഒരു കാര്യം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ബൈബിളില് കേട്ടിട്ടില്ലേ? ആരുടെ അടുത്ത പറയണേ? ദൈവം ആദത്തിനെയും ഹവ്വേനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ തോട്ടം, ഏത് തോട്ടം? ഏദേൻ തോട്ടം, അതറിയാം. ഈ ഏദേൻ തോട്ടത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഈ വീടിന്റെ പറമ്പിൽ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം. പക്ഷേ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം, ആ പഴം നിങ്ങൾ പൊട്ടിക്കരുത്, കഴിക്കരുത്. അതുപോലെ തന്നെ അമ്മയും പറഞ്ഞു, ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നിങ്ങൾ പൊട്ടിക്കരുത്, കഴിക്കരുത്. എന്തായിരിക്കും ജീവന്റെ വൃക്ഷം? എന്തായിരിക്കും? ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ പറമ്പ്, വീട്, അതിൻ്റെ ഉള്ളിൽ എവിടെയായിരിക്കും ജീവന്റെ വൃക്ഷം? എന്തായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതെങ്ങനെ ഞങ്ങൾക്കറിയാം? അങ്ങനെ ഇരിക്കരുത്. എന്തെങ്കിലുമൊക്കെ പറയും. പ്ലാവാണോ അച്ഛാ, ഇതാണോ, മാവാണോ, എന്തെങ്കിലുമൊക്കെ വല്ലതും നിങ്ങളുടെ മനസ്സിൽ വല്ലതും ഉണ്ടാ? ഈ ജീവന്റെ വൃക്ഷം പൊട്ടിക്കരുത് എന്ന് ദൈവം, കഴിക്കരുതെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താ? വെറുതെ പറയുന്നതല്ല, അതിന്റെ പുറകിലൊരു അപകടമുണ്ട്. അപ്പോ ഇവിടെയും ഒരു അപകടമുണ്ട്. അല്ലാണ്ട് വെറുതെ ഒരു മരം, അതിന്റെ ഒരു പഴം കഴിക്കരുതെന്നല്ല പറയുന്നത്. ദൈവം പറയുന്നതും അമ്മ പറയുന്നതും ഒരേ കാര്യമാണ്. എന്താണ് ജീവന്റെ വൃക്ഷം എന്നറിയോ? ടെറസിന്റെ മുകളിലേക്ക് കയറരുത്. അതാണ് ജീവന്റെ വൃക്ഷം. അപ്പൊ അങ്ങോട്ട് പോവാനായിട്ടുള്ള അനുവാദമില്ല. ഇവിടെ ഓടി നടന്നോ, പക്ഷെ ടെറസിന്റെ മുകളിലേക്ക് കയറരുത്. ഈ ടെറസിന്റെ മുകളിലേക്ക് കയറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ആഗ്രഹിക്കുക? ഓടി നടന്ന് കളിക്കാനാണോ? അല്ല, മറിച്ച് ടെറസിന്റെ മുകളിലേക്ക് ഒന്ന് കയറണം. എന്തായിരിക്കും ടെറസിന്റെ മുകളിലേക്ക് കയറരുതെന്ന് പറയാനായിട്ടുള്ള കാരണം? അപ്പൊ പല പ്രാവശ്യം നോക്കുമ്പോൾ അമ്മ കയറുന്നുണ്ട്, അപ്പം കയറുന്നുണ്ട്, അമ്മാമ്മ കയറുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം മുകളിലേക്ക് കയറാനായിട്ടുള്ള അനുവാദമില്ല. ഇടയ്ക്ക് ഈ ജാതിക്ക, അടയ്ക്ക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ. കുരുമുളക്, അതൊക്കെ ഈ ഉണക്കാനായിട്ട് കൊണ്ടുപോകുന്നത് കാണാം, ചാക്കിൽ ഇങ്ങോട്ട് അടിയിലേക്ക് ഇറക്കുന്നത് കാണാം. പക്ഷെ നമുക്ക് അതിന്റെ മുകളിലേക്ക് കയറാനായിട്ടുള്ള അനുവാദമില്ല. അപ്പൊ അങ്ങനെ ഒരു നിമിഷത്തിനായിട്ട്, അത് ഒരു അവസരത്തിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും അതിന്റെ മുകളിലേക്കൊന്ന് കയറണം. പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ ആഗ്രഹം ഇങ്ങനെ അതിയായി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം, ഒരു ശനിയാഴ്ച, മുടക്ക് ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വിരുന്നുകാർ വന്നു വീട്ടിലേക്ക്. അപ്പൊ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമായിരുന്നു. പക്ഷെ ഇവര് വന്നപ്പോ എല്ലാവരും എഴുന്നേറ്റു. അപ്പൊ അമ്മാമ്മ പതിവ് കസേരയിൽ വന്നിരുന്ന് ചരിത്രം, ആദ്യകാലം മുതലുള്ള ചരിത്രം, ഈ വന്നവർക്കൊക്കെ അറിയാം ഈ കാര്യം, അമ്മാമ്മ എപ്പോഴും പറയുന്നതാണ്. ചരിത്രം അവിടെ നിന്നിട്ട് പറഞ്ഞു തുടങ്ങി. അമ്മ ഇവർക്ക് കൊടുക്കാൻ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. ചേച്ചിയും അമ്മയുടെ കൂടെ അടുക്കളയിലേക്ക് പോയി. അവിടെ പോയി അങ്ങനെ നല്ല പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. എന്താണ് പഴംപൊരി? നല്ല 1 മണി സമയമാണ് കേട്ടോ. നല്ല പഴംപൊരി. കടയിൽ നിന്ന് കിട്ടുന്ന പഴംപൊരിയും വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരിയും എന്താണ് വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല ചാ, അത് പച്ച കളറോ? അല്ല, അതൊന്നല്ല. എന്തായിരിക്കും വ്യത്യാസം? ചൂടുണ്ടാവും.
ചൂട് ഇപ്പൊ കടയിൽ നിന്നും ഉണ്ടാക്കി വെച്ച് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ടാവും. പിന്നെ എന്തായിരിക്കും? രുചി ഉണ്ടാവും. അതൊന്നല്ല, വേറൊരു കാര്യമുണ്ട്. ഒരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും, അതുമല്ല. ഇതൊക്കെ ശരിയാണ് കേട്ടോ, ഞാൻ പറയാൻ പോണ കാര്യം വേറെയാണ്. അപ്പൊ ഈ പഴം എങ്ങനെയാ വാങ്ങുക വീട്ടിക്ക്? മൈദ എങ്ങനെയാ വാങ്ങുക? എണ്ണ എങ്ങനെയാ വാങ്ങുക? അതൊക്കെ പൈസ കൊടുത്തിട്ട് തന്നെയാ. അതല്ല, ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു പഴം കടയിലാണെങ്കിൽ എങ്ങനെയാണ്? രണ്ടാക്കും അല്ലെ, അത്രയും വലിപ്പുണ്ടാവും. വീട്ടിലത്തെ പഴംപൊരി ആണെങ്കിൽ ഇതൊരു പഴം, ഇതെങ്ങനെയാക്കി ഇങ്ങനെയും കൂടിയാക്കും. ഒരു പഴത്തിൽ നിന്ന് 4 കഷ്ണം. അപ്പൊ എന്തോരം ഉണ്ടാവും ആ പഴംപൊരിയുടെ വലിപ്പം? കടയിൽ നിന്ന് വാങ്ങുന്നത് ഇത്രയാണെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഇത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളത് കുറെ ഉണ്ടാവും, നല്ല രസമായിട്ട് കഴിക്കാനുള്ള പഴംപൊരി ഉണ്ടാവും, പക്ഷെ ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഷ്ണാക്കി 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 അങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാൻ പോണേ. അപ്പൊ അമ്മ പരിപാടി തുടങ്ങി, ചേച്ചി ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് പറ്റിയ അവസരം ഇതാണ്. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. അനിയൻ കിടന്നുറങ്ങുന്നു, അപ്പൊ അവന്റെ പ്രശ്നമില്ല, പിന്നെ ആരുമില്ല. ഈ സമയം നോക്കി പതുക്കെ 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 ഹവ്വയല്ലേ ആദ്യം. അപ്പൊ ഞാൻ ഹവ്വയായിട്ട് മാറിയിട്ടാ ഞാനിങ്ങനെ പോവാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഈ ടെറസിന്റെ മുകളിൽ കയറണം. 1ാമത്തെ സ്റ്റെപ്പ് വെച്ചു. ഇതുവരെ കിട്ടാത്തൊരു ഒരു അനുഭൂതി. 2 വെച്ച് 3 വെച്ച് 4 വെച്ച് 5 വെച്ചു. ഇതിന്റെ മുകളിലേക്ക് കയറി. ശരിയാണ്, ഇവിടെ കണ്ട ഏതേൻ തോട്ടമല്ല മുകളിൽ കാണുന്ന ഏതേൻ തോട്ടം. എന്തായിരിക്കും പ്രത്യേകത? ഒന്ന്, ആ ടെറസിന്റെ മുകളിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിന്റെ മുകളിൽ കയറിയപ്പോ എല്ലാം കാണാം. തിണ്ട് കെട്ടിയിട്ടില്ല, ടെറസിന് തിണ്ട് കെട്ടിയിട്ടില്ല. അപ്പോ എല്ലാം കാണാം. കൈതച്ചക്കകൾ ഒക്കെ നമ്മൾ മുകളിൽ നിന്നാണ് കാണുന്നത്. ഒരു ഹെലികോപ്റ്റർ വ്യൂ ആണ്. നല്ല കൈതച്ചക്ക തോട്ടം കാണാം, നല്ല റോഡ് കാണാം, കുറച്ചങ്ങോട്ട് നീങ്ങി പാടം കാണാം, ഇപ്പുറത്തുള്ള തോട് കാണാം. ഇതൊക്കെ ഇതിന്റെ മുകളിൽ നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതത്രയും സന്തോഷമാണ്. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. അപ്പൊ അതാണ് നമ്മളെ ഏറ്റവും ഹഠാത് ആകർഷിച്ചത്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ അമ്മ പറഞ്ഞ ജീവന്റെ വൃക്ഷം എന്താണെന്ന് ഞാൻ കണ്ടു. എന്തായിരിക്കും അമ്മ പറഞ്ഞ ജീവന്റെ വൃക്ഷം ഈ ടെറസിന്റെ മുകളിലെ? അതൊരു അപകടമാണെന്നറിയാലോ. എന്തായിരിക്കും? കെട്ടിയിട്ടില്ല അല്ലേ? അല്ല, കെട്ടിയിട്ടുണ്ട്, പക്ഷെ അതല്ല. അപകടം എന്താണെന്നറിയോ? ജീവന്റെ വൃക്ഷം എന്താണെന്നറിയോ? ഞങ്ങളുടെ വീടിന്റെ പുറത്ത് ഒരു പോസ്റ്റിംഗ് കാലുണ്ട്. അടുത്ത പോസ്റ്റിംഗ് കാല് പറമ്പിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഈ ലൈൻ കമ്പി പോയിരിക്കുന്നത് ഈ ടെറസിന്റെ കറക്റ്റ് ആ ഇതിലൂടെയാണ് പോയിരിക്കുന്നത്. കറക്റ്റ് ആ ടെറസിന്റെ നടുക്കിലൂടെയാണ് പോയിരിക്കുന്നത്. എങ്ങനെയാണത്? ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു കറുത്ത കട്ടിയുള്ള പൈപ്പ് ഈ കമ്പിമോടെ, ലൈൻ കമ്പിമോടെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ അതൊന്നിങ്ങനെ ആഞ്ഞുണ്ട്. ഈ ഫാൻ പൊട്ടി വീഴോ? ഇല്ല, ആഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ്, നേരെയല്ല, അതൊന്നിങ്ങനെ റാ പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അമ്മ പറഞ്ഞ ജീവന്റെ വൃക്ഷം. ഇത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, തൊട്ട് കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ അതില് ആ കുട്ടികൾ പോയി പെടരുത് എന്നുള്ളത് കൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. നമുക്ക് വളരെ കൗതുകമായി. ഇതെന്താണ് ഈ ഞണ്ടി നിൽക്കുന്നത്? ഊഞ്ഞാലാണ്? എന്താണ് പരിപാടി? ഒന്ന് തൊട്ട് കളയാം. വളരെ സിമ്പിൾ. പാമ്പ് വന്ന് ഇങ്ങനെ വിളിച്ചു. കാറ്റത്ത് ഈ പൈപ്പ് ഇങ്ങനെ ആടുകയാണ്. നമ്മൾ ചെന്നു, പതുക്കെ, കൈ ശരിക്കും എത്തുന്നില്ല, 2 കാലും പൊന്തിച്ച് വെച്ച്. ജീവന്റെ അപ്പമാണല്ലോ, ഇത് കഴിച്ചാൽ നമ്മൾ ആരെയോ പോലെയൊക്കെ ആവും എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അതുമ്പോ നമ്മളൊന്ന് തൊട്ടു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഷോക്ക് അടിച്ചിട്ടുള്ളവരൊന്ന് കൈവക്കിയേ. എപ്പോഴെങ്കിലും ഷോക്ക് അടിച്ചിട്ടുള്ളവര്? ബാക്കിയുള്ളവർക്ക് ഷോക്കേ അടിച്ചിട്ടില്ല. ഷോക്ക് അടിച്ചപ്പോ എന്താണ് അനുഭവം? തെറിച്ചു പോണതല്ല, നമ്മുടെ ശരീരത്തിൽ എന്താണ് തോന്നുക? ആകൊരു ആന്തല്. വേറെ വല്ലതും തോന്നിയിട്ടുണ്ടാ? ഷോക്ക് ആദ്യമായിട്ട് അടിക്കുമ്പോട്ടാ ഇതെന്താ അങ്ങനെ ഒരു എന്താണ് ഒരു ഫീലിംഗ്? എന്താണ് ഫീലിംഗ്? ഷോക്ക് അടിച്ചിട്ടുണ്ടാ? ഇല്ല, അത് കാരണം അറിയില്ല. ഷോക്ക് അടിക്കണത് കണ്ടിട്ടുണ്ടാ സിനിമയില്? ഏത് സിനിമയില അങ്ങനെ ഷോക്ക് അടിക്കുന്ന ഒരു സിനിമ ഉണ്ട്. ഇങ്ങനെ ഒരാൾ ഷോക്ക് അടിച്ചു, അടുത്ത ആൾ ഷോക്ക് അടിച്ചു, അടുത്ത ആൾ ഷോക്ക് അടിച്ചു. അങ്ങനെ ഒരു സിനിമ ഉണ്ട്, ഞാൻ പറയണില്ല, ധ്യാനകേന്ദ്രം അല്ലേ, അപ്പൊ സിനിമ പറയും. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം,
ഒരാള് നല്ല ഇരുമ്പ് കമ്പി കൊണ്ടുവന്ന് നമ്മുടെ കാലിന്റെ പുറകില് അടിച്ച ഫീലിംഗാ. ഞാൻ സാധാ ഒരു മനുഷ്യന്റെ ഫീലിംഗാ പറഞ്ഞേട്ടാ. നിങ്ങൾക്ക് ഇനി അത് എങ്ങനെ തോന്നി? ഇങ്ങനെ ഒരു ഫീലിംഗ് ആർക്കും തോന്നിയിട്ടില്ലേ? ഒരു ഇരുമ്പ് കമ്പിയോട് നമ്മുടെ കാലും അടിച്ച പോലെ. ഇതായിരുന്നു എനിക്ക് വന്ന ഫീലിംഗ്. എനിക്കിത് ആദ്യമായിട്ടാണ് ഷോക്ക് അടിക്കണേ. അതെനിക്ക് വളരെ സന്തോഷമായി. നമുക്ക് സന്തോഷമായ ഒരു കാര്യം നമ്മൾ എന്താ ചെയ്യുക? ഞാൻ നല്ലൊരു ബിരിയാണി കഴിച്ചു ഒരു കടയിൽ നിന്ന്. അപ്പൊ ഞാൻ പോയിട്ട് അടുത്ത ആളോട് പറയാം, എന്താ പറയാ, ആ കടയിലെ അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട്, 90 രൂപയുള്ളൂ, ഞാൻ കഴിച്ചു, സൂപ്പറാണ്. അപ്പൊ ആള് 90 രൂപയ്ക്ക് അവിടെ നിന്ന് ബിരിയാണി കിട്ടിയ എന്നാ വെച്ചാൽ ഞാനും വരാം. അങ്ങനെ പറയില്ലേ? സാധാരണഗതിയിൽ പറയും. അപ്പൊ നമുക്ക് കിട്ടിയ അനുഭവം ആർക്ക് കൊടുക്കണം? ഞാൻ ഹവ്വയാണല്ലോ, ആദത്തിന് കൊടുക്കണം. ഈ പഴം കൊടുക്കണ്ടേ? അവനും കൊടുക്കണ്ടേ? അപ്പൊ ഹവ്വ ഇറങ്ങി പോവാണ്. ഏത്? ഈ അനുഭവം പങ്കുവെച്ച് ഈ അനുഭവത്തിലേക്ക് ആദത്തിനെ കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോ ആരായിരിക്കും ആദം? അവിടെ പഴംപൊരി ഉണ്ടാക്കാൻ അമ്മയുടെ സഹായിച്ച് ഇടയ്ക്ക് ഒരു പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിയാണ് ആദം എന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി. ഉറങ്ങിക്കിടക്കുന്ന, വിരലൊക്കെ കുടിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഒരു അനിയനുണ്ട്, അവനെയാണ് ഞാൻ ആദമായിട്ട് പരിഗണിച്ചത്. ചേച്ചീനെ പരിഗണിച്ചില്ല. ചിലപ്പോൾ ചേച്ചി പോരുമ്പോ അമ്മയും കൂടി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ആദത്തിനെ അവിടെ നിർത്തി. ഉറങ്ങിക്കെടുക്കുന്ന ആദത്തിന്റെ അടുത്തേക്ക് ഞാൻ പതുക്കെ പോയി. ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങിക്കെടുക്കുന്നവനെ ഞാൻ എടുത്ത് തോളിലേക്കിട്ടു. ഇതെന്തൊരു സൗണ്ട് കേൾക്കണേ? പണി നടക്കണതോ? തോളിലേക്കിട്ട്. അപ്പോ ഈ ആള് പെട്ടെന്ന് ഉറക്കത്തു നിന്ന് എഴുന്നേറ്റ്, ഉറക്കം മാറിയിട്ടില്ല, കരഞ്ഞു തുടങ്ങി. വേഗം പൊത്തിപ്പിടിച്ചു. പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഈ സ്പൈഡർമാൻ, സൂപ്പർമാൻ, അവഞ്ചേഴ്സ് പരിപാടികളൊക്കെ തുടങ്ങിയത്. പണ്ട് വിക്രമാദിത്യനും വേതാളം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു വേതാളത്തിനെ തോളിലിട്ടിട്ട് വിക്രമാദിത്യൻ രാജാവ് ഇങ്ങനെ കാടും മലയും പുഴയും കടന്ന് കഥകൾ കേട്ട് പോകുന്നത് പോലെ ഈ കുഞ്ഞെ ആദത്തിനെ തോളിലിട്ട് ഹവ്വ പോവാണ്. എന്തിനാണെന്നറിയോ? ഈ അനുഭൂതി കൊടുക്കാൻ. മുകളിലേക്ക് കയറും ചൊല്ലും തോറും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ പോയി. ഇത് ആദ്യത്തെ കാഴ്ചയാണ്, ഇത് കണ്ടിട്ടില്ല. മുകളിലെത്തി, അതും അവൻ കണ്ടിട്ടില്ല. കരച്ചിൽ പോയി, ആകാംക്ഷയായി, അമ്പരപ്പായി, എന്നെങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി. ഞാൻ പറഞ്ഞു, ഇനി ചേട്ടൻ ഒരു പരിപാടി കാണിച്ചു തരാം. വളരെ സിമ്പിൾ പരിപാടിയാ. ഈ ഷോക്ക് അടിക്കുമ്പോൾ ഒരാളെയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇപ്പൊ ഞാൻ തൊട്ടു, ഈ നിൽക്കണ ആൾക്കും അടിക്കുമല്ലോ. അത് നമുക്ക് അറിയില്ല, ഇത് ആർക്കൊക്കെ അടിക്കാന്ന് അറിയില്ല. നമ്മൾ ചെയ്തത് ഞാൻ അടിക്കുകയല്ല ചെയ്തേ, എൻ്റെ അനുഭവം ഇയാൾക്കും ഉണ്ടാവണം, ഈ ആദത്തിനും ഉണ്ടാവണം. അവന്റെ കൈ ഇങ്ങനെ നിൽക്കുന്ന കൈ പിടിച്ചു ഇങ്ങനെ വിരലുകളൊക്കെ ഇങ്ങനെ വിടർത്തി തൊടിയിപ്പിക്കാൻ പോവാണ്. ഇങ്ങനെ എത്തിച്ച് തൊടിയിപ്പിക്കുക. നല്ല കാര്യത്തിലേക്കല്ലേ നമ്മൾ ചെയ്യാൻ പോണേ? ഇങ്ങനെ എത്തിച്ച് ഇങ്ങനെ തൊടിയിപ്പിക്കുകയാണ്. അവൻ കരയുന്നുണ്ട്, പക്ഷെ ഇത് എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയുന്നില്ല. തൊട്ടു. ആദ്യത്തെ തൊടലിൽ എനിക്ക് തൊടലിൽ കൈ വലിക്കാൻ പറ്റി. രണ്ടാമത്തെ തൊടല് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കരണ്ട് കമ്പിയൊക്കെ പിടിച്ചാൽ കരണ്ട് കമ്പി ഇങ്ങോട്ട് പോരും, നമുക്ക് പെട്ടെന്ന് കൈ വലിക്കാൻ പറ്റില്ല. ഈ സംഭവം രണ്ടാമത് പറഞ്ഞ കാര്യം അവിടെ നടക്കുകയാണ്. ഈ കൈ തൊട്ടു, കരച്ചിൽ തുടങ്ങി, ശരിക്കും ഷോക്ക് അടിച്ച്. എനിക്കും ആദ്യത്തെക്കാളും ദുരനുഭവമാണ് ഉണ്ടായത്. ഭയങ്കര ആകെ ഒരു അസ്വസ്ഥമായി. കൈ വലിക്കുമ്പോൾ ഈ കമ്പി ഇങ്ങോട്ട് പോരുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല, പിടിച്ച് വലിച്ച് അവനെ നിലത്തിട്ടു. കരച്ചിലോട് കരച്ചിലായി. ചേട്ടൻ കൊടുക്കുന്ന വളരെ തന്ത്രപൂർവമായിട്ടുള്ള ഒരു ഉപദേശമാണ്. ഓടിപ്പോയിട്ട് ടാങ്കിലുള്ള വെള്ളത്തിൽ കൈ മുക്കി നിൽക്കുക. ഷോക്കടിച്ച ആൾക്ക് ചെയ്യാൻ പറ്റണ നല്ല കാര്യമല്ലേ അത്? വെള്ളത്തിൽ കൈ മുക്കി നിൽക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ ഞങ്ങള് ടാങ്ക് അവിടെ ഉണ്ട്, അവിടെ ഇങ്ങനെ അതിൽ കയറി കളിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ബക്കറ്റുമ്മ കയറി നിന്ന് കൈ മുക്കും, മോത്തേക്ക് വെള്ളാക്കും. അപ്പൊ അതുപോലെ അത് അവനറിയാം. ഓടിച്ചെന്ന് ഞാനും പെട്ടെന്ന് ആകെ പേടിച്ചു. ഇവന്റെ പിന്നാലെ ഞാൻ ഓടിച്ചില്ല. ഞാൻ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഈ ബക്കറ്റുമ്മയൊക്കെ ഇങ്ങനെ കയറി നിന്ന് കൈ മുക്കാനായിട്ട്, മുക്കിയിട്ടില്ല കേട്ടോ, മുക്കാനായിട്ട് തന്ത്രപ്പെടുകയാണ്. ആകെ പരവേശത്തിൽ ഇങ്ങനെ കൊച്ച് വെള്ളത്തിൽ മുക്കാനായിട്ട് നോക്കുകയാണ്. എന്നെ കണ്ടപ്പോ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നീ വന്നോ, വേണമെങ്കിൽ കൈ മുക്കിക്കോ എന്നുള്ള രീതിയിൽ എന്നെയും വിളിക്കുന്നുണ്ട്. ഞാനും ഓടി വരുന്നു. കരച്ചിലുണ്ട്, ഇവന്റെ കരച്ചിലുണ്ട്. ഇത് കേട്ട് അമ്മച്ചി ഓടി വരികയാണ്. അമ്മയ്ക്ക് മനസ്സിലായി കാര്യം എന്തോ പെശക് പറ്റിയിട്ടുണ്ട്. കാര്യം മനസ്സിലായി. കാരണം ഉറങ്ങിക്കെടുക്കുന്നവൻ പിന്നെ കാണുന്ന ടാങ്കിന്റെ മുകളിലാണ്. മറ്റവനാണെങ്കിൽ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട്. കാര്യം പിടികിട്ടി. അമ്മ ഉടനെ വന്ന് രണ്ടുപേരെയും പിടിച്ചു നിർത്തി. നല്ല പെട കിട്ടി, നല്ല പെട. കരച്ചിൽ തുടങ്ങി. അമ്മ ഒന്നും പറഞ്ഞില്ല, നല്ല പെട കിട്ടി. വിരുന്നുകാരൊക്കെ പോയി.
അമ്മ കരച്ചിൽ ഒരുവിധം ഒതുങ്ങിയെന്ന് കണ്ടപ്പോൾ രണ്ടുപേരെ എടുത്ത് പാദ്യംപുറത്ത് കൊണ്ടിരുത്തി. നമ്മൾ അടുക്കളയുടെ പാദ്യംപുറം എന്ന് പറയില്ല, അവിടെ കൊണ്ടിരുത്തി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്ലേറ്റ് ഉണ്ട്, ചെറിയ പിഞ്ഞാണങ്ങൾ, രണ്ട് കുഞ്ഞ് പിഞ്ഞാണുണ്ട്. അതിൻ്റെ ഉള്ളിൽ പഴംപൊരി ഇങ്ങനെ പൊട്ടിച്ച് ഊതി ആ ചൂടൊക്കെ ആറ്റി ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഒരു കഷ്ണം എടുത്ത് വായിലേക്ക് വെച്ച് തന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് കാണാൻ നിങ്ങൾ ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞേ. ഒരു ഫിലോസഫിയോ ഒരു തിയോളജിയോ വലിയ ഡോക്ടറേറ്റ് എടുത്ത കാര്യം ഒന്നുമല്ല, വലിയ പഠനങ്ങളൊന്നുമല്ല. ഇനി ഇങ്ങനെ ചെയ്താൽ അമ്മച്ചിക്ക് കാണാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അമ്മച്ചി പറഞ്ഞത് അങ്ങോട്ട് കയറരുതെന്ന്. അപ്പൊ ഇനി തൊട്ട് അമ്മച്ചിയും അപ്പച്ചനും അമ്മാമയൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അത്രേ പറഞ്ഞുള്ളൂ. ഇതും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പഴംപൊരി വീണ്ടും വീണ്ടും പൊട്ടിച്ചു തന്നു. ഇന്ന് ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ആലോചിക്കും. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഇതിനിപ്പോൾ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രാധാന്യമായിട്ട് തോന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പോകുന്ന എല്ലാ പള്ളികളിലും ഞാനിത് പറയാറുള്ളതാണ്. എൻ്റെ അനുഭവമാണ്. അനുഭവങ്ങൾ പറയുമ്പോഴാണ് കൂടുതൽ നമുക്ക് ദൈവവചനം മനസ്സിലാകാനായിട്ട് സാധിക്കുക. അങ്ങനെ എപ്പോഴും ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളിത് പറയും, ചിരിക്കും. ചിരിയൊക്കെ കഴിഞ്ഞിട്ട് റാക്കിലേക്ക് ഒന്ന് നോക്കും. റാക്കില് അമ്മച്ചിയുടെ ഫോട്ടോ ഉണ്ട്, മരിച്ച അമ്മച്ചിയുടെ ഫോട്ടോ, ചിരിച്ചിരിക്കുന്ന അമ്മച്ചിയുടെ ഫോട്ടോ വീട്ടിലുണ്ട്. ഇത് പറയാൻ, വീണ്ടും പറഞ്ഞിരുന്ന് ചിരിക്കാൻ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ അമ്മച്ചിയില്ല. അമ്മ മരിച്ചു. എനിക്ക് പട്ടം കിട്ടുന്നതിന് 1 വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചു. അപ്പം അതുകൊണ്ട് അമ്മ ഇതൊന്നും കണ്ടിട്ടില്ല. അമ്മയ്ക്ക് ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേറെ അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അച്ഛനായി വന്നിരുന്ന് ഇതൊക്കെ പറയാൻ, അവിടെ പറഞ്ഞു ഈ അനുഭവം അവിടെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഇന്ന് അമ്മച്ചിയില്ല. പക്ഷെ അമ്മച്ചി പറഞ്ഞ കാര്യം ഇന്നും എവിടെയും ഞാൻ പറയും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി നിങ്ങളെ കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഇന്നത്തെ സുവിശേഷമായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് ബന്ധിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരാള് ഓടിപ്പോയി കഴിഞ്ഞാൽ ആ ഇടയന് ഈ 100 എണ്ണത്തിൽ നോക്കിയാൽ ഒരെണ്ണത്തിനെ കാണില്ല. ആ ഇടയൻ ഇറങ്ങും. എവിടേക്ക് ഇറങ്ങാന്നറിയോ? ഈ 99 കൊണ്ട് ഇറങ്ങുന്നില്ല. 99 അവിടെ വെച്ചിട്ട് കാണാതെ പോയ ഒരാടിനെ തേടി ഇറങ്ങുന്ന ഒരു ഇടയനുണ്ട്. ആ ഇടയൻ ഇറങ്ങും ഈ ആടിനെ തേടി. ഒരു പക്ഷേ അവൻ മറ്റാടുകളിൽ നിന്ന് അല്പം പുറകിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. സൗന്ദര്യം ഉണ്ടായിരിക്കില്ല, കഴിവുണ്ടായിരിക്കില്ല, ബുദ്ധി ഉണ്ടായിരിക്കില്ല, സംസാരിക്കാനായിട്ട് സാധിക്കില്ല, വിക്കുണ്ടായിരിക്കും, അവന് പൊക്കക്കുറവുണ്ടായിരിക്കും, അവന് വണ്ണം ഉണ്ടായിരിക്കില്ല. എങ്ങനെയൊക്കെ ആയാലും അവന് കുറവുകളുള്ളവനായിരിക്കും ഈ വഴിതെറ്റിപ്പോകുന്നവൻ. അവനെ തേടി ഇടയൻ വരും. കാരണം അവനും കൂടെ ഈ കൂട്ടത്തിൽ ചേർന്നാലേ എൻ്റെ മക്കളുടെ എണ്ണം പൂർത്തിയാകൂ. അവൻ എവിടെ പോയാലും ജീവൻ പണയം വെച്ചും ഇടയൻ ഇറങ്ങും. ഇടയന്റെ സന്നിധിയിലാണ് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുക. നല്ല ഇടയന്റെ ഗുഡ് ഷെപ്പേർഡ് റിട്രീറ്റ് സെന്റർ ആണിത്. നല്ല ഇടയന്റെ ധ്യാന കേന്ദ്രമാണ്. ഇവിടെ നിന്ന് ഒരാൾ പോലും നഷ്ടപ്പെടാൻ ഇടയൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷം നമ്മോട് പങ്കുവെക്കുന്നത് ഇത് തന്നെയാണ്. എവിടേക്കെങ്കിലുമൊക്കെ ഇടയന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ കുതറി മാറി ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ സായാഹ്നത്തിലെങ്കിലും തിരിച്ചെത്തണം. സായാഹ്നം കടന്ന് നാളത്തെ പ്രഭാതത്തിൽ തിരിച്ചെത്താമെന്ന് വിചാരിച്ചാൽ രാത്രിയുടെ യാമങ്ങളിൽ അവനെ കാത്തിരിക്കുന്ന അപകടങ്ങളുണ്ട്, പാപത്തിന്റെ കൂർത്ത നഖങ്ങളുണ്ട്. അവനതിൽ പിടിപ്പെടും. അപ്പൊ അതുകൊണ്ട് സായാഹ്നത്തിലെങ്കിലും ഇടയന്റെ ശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വഴിതെറ്റിപ്പോയ സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉറപ്പാണ്. മനുഷ്യരാണ്, ബലഹീനരാണ്, പാപം ചെയ്യാനും പാപത്തിൽ വീണു പോകാനും സാധ്യതകൾ ഏറെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീണു പോകുന്നിടത്ത് നിന്ന് ഇടയന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് കുമ്പസാരക്കൂട്ടിലേക്കുള്ള ഒരു പ്രയാണമുണ്ട്. അതാണ് നല്ല ഇടയന്റെ അനുസരണമുള്ള കുഞ്ഞാടുകൾ. ഒരു കുഞ്ഞാടായിട്ട് നമുക്ക് മാറാം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ച് ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ മടങ്ങി വരാനുള്ള വലിയ ആഗ്രഹത്തോടെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.
അനുതാപത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചവനാണ് സ്നാപക യോഹന്നാൻ. ഇന്ന് വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ആ ഒരു മാനസാന്തരത്തിനടുത്ത ഫലങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ പുറപ്പെടുവിച്ച് ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. റോസമിസ്റ്റിക മാതാവിന്റെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതങ്ങൾക്ക് എന്നും ബലമേകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.